സുഹൃത്തുക്കളെ, ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തെയും വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും ജനാധിപത്യത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് വിദ്വേഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ബുദ്ധിജീവികളുടെ ശബ്ദം ജനങ്ങളിൽ പഴയതുപോലെ സ്വാധീനം ചെലുത്താത്തത്? നവലിബറിസം എന്താണ്? ആദ്യം ഈ വാക്ക് മനസ്സിലാക്കണം. നവ ലിബറലിസം എന്നാൽ സർക്കാർ പിൻവാങ്ങുക, പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി, ഗതാഗതം എന്നിവ വിപണിക്ക് വിട്ടുകൊടുക്കുക, വലിയ കമ്പനികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ കുറയ്ക്കുക. ഇതാണ് നവ ലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനം. ഇത് വികസനത്തിൻ്റെ പേരിൽ നടപ്പാക്കപ്പെടുന്നു. പക്ഷേ വികസനമാർക്കാണ്? സാധാരണ ജനങ്ങൾക്കോ അതോ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കോ? ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. സ്വതന്ത്ര സമരകാലത്തെ ബുദ്ധിജീവികൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഗാന്ധിജി, ഭഗത് സിംഗ്, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യത്തിൽ അവർക്ക് പൊതുവായ നിലപാടുണ്ടായിരുന്നു. അത് സാമ്രാജ്യത്വ വിരുദ്ധതയായിരുന്നു. അവർ ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അവരുടെ കഷ്ടപ്പാടുകൾ സ്വന്തം പ്രശ്നമായി കണ്ടു. അതിനാലാണ് ജനങ്ങൾ അവരെ വിശ്വസിച്ചത്. വർത്തമാനകാലത്ത് ബുദ്ധിജീവികൾ എങ്ങനെ മാറി എന്ന് പരിശോധിച്ചാൽ ഇന്ന് പല സർവകലാശാലകളിലും വിജയത്തിൻ്റെ അളവുകൾ എന്താണ്? വിദേശ ജോലി, ഉയർന്ന ശമ്പളം, കോർപ്പറേറ്റ് ജോലി. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തെ മാറ്റലല്ല, വിപണിക്ക് അനുയോജ്യമായ മനുഷ്യ വിഭവം സൃഷ്ടിക്കലാണ്. ഇതാണ് നവ ലിബറലിസം കൊണ്ടുവന്ന വലിയ മാറ്റം. ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായ ആന്റോണിയോ ഗ്രാഷി പറയുന്നത്, സമൂഹത്തിൻ്റെ യഥാർത്ഥ ബുദ്ധിജീവി പുസ്തകശാലയിൽ മാത്രം ജീവിക്കുന്ന ആളല്ല, ജനങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. കർഷകരുടെ പ്രശ്നം അറിയണം, തൊഴിലാളികളുടെ ജീവിതം മനസ്സിലാക്കണം, സമൂഹത്തിൻ്റെ ശബ്ദമാകണം. ഇത്തരം ബുദ്ധിജീവികളെയാണ് അദ്ദേഹം ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്ന് വിളിച്ചത്. പക്ഷേ ഇന്ന് സ്വകാര്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസം ഇത്തരം ബുദ്ധിജീവികളെ സൃഷ്ടിക്കുന്നില്ല. വിദ്യാഭ്യാസം ഒരു ചരക്കായി മാറുകയാണ്. ഇന്നൊരു വിദ്യാർത്ഥി എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് ജോലി കിട്ടുമോ? ഇത് തെറ്റല്ല. പക്ഷെ ചോദ്യം അവിടെ അവസാനിക്കുന്നു. സമൂഹം എങ്ങോട്ട് പോകുന്നു? ദാരിദ്ര്യം എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? അസമത്വം എന്തുകൊണ്ട് കൂടുന്നു? ഈ ചോദ്യങ്ങൾ ഇല്ലാതാകുന്നു. ഇതാണ് അപകടം. നവഫാസിസത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്താണ്? തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വരുമാന അസമത്വം, കർഷക പ്രതിസന്ധി. ഇവയെല്ലാം ജനങ്ങളിൽ നിരാശ സൃഷ്ടിക്കുന്നു. ഈ നിരാശയ്ക്ക് പരിഹാരം നൽകുന്നതിനു പകരം ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ശത്രുവായി കാണിച്ചു കൊടുക്കുന്നു. അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റുന്നു. ഇതാണ് നവഫാസിസത്തിൻ്റെ രാഷ്ട്രീയം. ഇവിടെ ഒരു ചോദ്യം ഉയർത്താം. എന്തുകൊണ്ടാണ് വലിയ കോർപ്പറേറ്റുകൾ പലപ്പോഴും ഇത്തരം രാഷ്ട്രീയത്തെ എതിർക്കാത്തത്? കാരണം ജനങ്ങൾ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെടുമ്പോൾ അവർ തൊഴിലില്ലായ്മയെക്കുറിച്ച് ചോദിക്കില്ല, വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിക്കില്ല, സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ചോദിക്കില്ല. അതാണ് കോർപ്പറേറ്റുകളുടെ നേട്ടം. ഇതിന് പരിഹാരം എന്താണ്? വെറും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതി എന്നല്ല, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കണം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം, പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്തണം, തൊഴിൽ സൃഷ്ടിക്കണം, പൊതുമേഖല സംരക്ഷിക്കണം. ബുദ്ധിജീവികൾ ജനങ്ങളിലേക്ക് മടങ്ങണം, ജനങ്ങളിൽ നിന്ന് പഠിക്കണം, അവർക്കൊപ്പം പോരാടണം. ഇന്ന് നമ്മുടെ മുന്നിലുള്ള ചോദ്യം വളരെ ലളിതമാണ്. നമ്മൾ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പമാണോ അതോ മനുഷ്യരുടെ ഐക്യത്തെ കുറിച്ചുള്ള രാഷ്ട്രീയത്തോടൊപ്പമാണോ? നമ്മൾ കോർപ്പറേറ്റുകളുടെ ലാഭത്തിനൊപ്പമാണോ അതോ ജനങ്ങളുടെ ജീവിതത്തിനൊപ്പമാണോ? നവ ലിബറലിസം നിലനിൽക്കുന്നിടത്തോളം നവഫാസിസം വീണ്ടും വീണ്ടും ഉയർന്നു വരും. അതുകൊണ്ട് നവഫാസിസത്തിനെതിരായ പോരാട്ടം നവ ലിബറലിസത്തിനെതിരായ പോരാട്ടവും കൂടിയാണ്. അതിനായി ജനങ്ങളും ബുദ്ധിജീവികളും വീണ്ടും ഒന്നിക്കണം. ജനങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക നയങ്ങളും ജനാധിപത്യ പോരാട്ടങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ചരിത്രപരമായ ഉത്തരവാദിത്വം.